പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ അപ്രതീക്ഷിതമായി അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ, നഷ്ടങ്ങൾ മാത്രമുണ്ടാകുമ്പോൾ ദൈവം തന്നെ കൈവിടിഞ്ഞു എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. അത് വാസ്തവത്തിൽ വിശ്വാസത്തിൻ്റെ അഭാവം കൊണ്ടാണ് സംഭവിക്കുക. ഇന്ന് നമ്മൾ ഇപ്രകാരം ഒരു സാഹചര്യം ഒരു പ്രവാചക ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തു വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യമാണ് ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവുമരത്തിൽ കായ്കളില്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. ജെറമ്യ പ്രവാചകൻ്റെ സമകാലികനായിരുന്നു ഹബക്കുക്ക് പ്രവാചകൻ. ഇസ്രായേൽ ജനം വലിയൊരു പ്രതിസന്ധി നേരിട്ട സാഹചര്യത്തിലാണ് ഈ പ്രവാചകന്മാരൊക്കെ കടന്നു വന്നത്. അസീറിയയായിരുന്നു അതുവരെ മധ്യ ഓരസ് ദേശം കൈയടക്കി ഭരിച്ചിരുന്ന വലിയ സാമ്രാജ്യശക്തി. പക്ഷേ അസീറിയയ്ക്ക് അപ്പുറത്ത് കിഴക്ക് നിന്ന് ബാബിലോൺ എന്നൊരു ശക്തി ഉയർന്നു വരുന്നത് നമുക്ക് കാണാം. 612 BC അസീറിയയുടെ തലസ്ഥാനമായ നിനവെ ബാബിലോൺ കീഴടക്കി. പിന്നെ അങ്ങോട്ട് ബാബിലോണിൻ്റെ ജൈത്രയാത്രയാണ്, വിജയ ഘോഷയാത്ര. ചെറിയ രാജ്യങ്ങൾ ഒന്നൊന്നായി കീഴടങ്ങി. അവസാനം ഈ ബാബിലോണിൻ്റെ കരിനിഴൽ യൂദയാദേശത്തും വ്യാപിച്ചു. യൂദയായും കീഴടങ്ങുന്നൊരു സാഹചര്യമുണ്ടായി. ഒന്നിനു പിറകെ ഒന്നായി പട്ടണങ്ങൾ തകർന്നു വീഴുന്ന സാഹചര്യത്തിൽ എല്ലാം തകർന്നടിയുന്നു എന്ന് തോന്നുമ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്: എന്തേ ഇപ്രകാരം എല്ലാം സംഭവിക്കുന്നു? തങ്ങൾ പടുത്തുയർത്തിയതെല്ലാം നഷ്ടപ്പെടുകയാണ്. എന്തേ ദൈവം ഇപ്രകാരം അനുവദിക്കുന്നു? എന്തേ ഇതിന് കാരണം? ഇങ്ങനെ എല്ലാം തകർന്നടിയുമ്പോൾ ദൈവത്തെക്കുറിച്ച് പറയാൻ, ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് പറയാൻ എളുപ്പമല്ല. ദൈവമില്ല എന്ന് പറയുക കൂടുതൽ എളുപ്പം. ഇതിനൊന്നും ആരും ഒരു ഉത്തരം പറയാനില്ല, ഇതിനാരും ഉത്തരവാദികളുമില്ല. ഇതെല്ലാം സ്വാഭാവികമായി സംഭവിക്കുന്ന മനുഷ്യനെതിരെ ചെയ്യുന്ന ക്രൂരതയ്ക്ക് മനുഷ്യൻ തന്നെ ഉത്തരവാദി എന്ന് പറഞ്ഞ് നിരീശ്വര പ്രസ്ഥാനങ്ങൾ വളർന്നു വരാനും ഇത് കാരണമായി തീരാം. ദൈവത്തെ നിഷേധിക്കുന്നതിന്, അല്ലെങ്കിൽ ദൈവം ക്രൂരനായ വിധിയാളെന്നാണ് മനുഷ്യൻ വേദനിക്കുന്ന കാണുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന ഹൃദയമില്ലാത്ത കരളില്ലാത്ത ദൈവമാണെന്ന് പറയുന്നവരും ഉണ്ടാകും. ഇത് രണ്ടുമല്ല പ്രവാചകൻ ചെയ്യുന്നത്. പ്രവാചകൻ ഈ പ്രശ്നത്തെ വളരെ സീരിയസ് ആയിട്ട് തന്നെ കണക്കിലെടുക്കുകയാണ്. സമ്പത്തും സമൃദ്ധിയും ആരോഗ്യമൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവാനുഗ്രഹമായി കണക്കാക്കാനായിട്ട് നമുക്ക് എളുപ്പമുണ്ട്. എല്ലാം നന്നായിട്ട് പോകുമ്പോൾ ദൈവത്തിന് സ്തുതി പറയാനും ദൈവം നമ്മളെ നയിക്കുന്നത് ചിന്തിക്കാനും എളുപ്പമുണ്ട്. പക്ഷേ ഇതെല്ലാം നഷ്ടപ്പെടുമ്പോഴോ, ആരോഗ്യം നഷ്ടപ്പെടുന്നു, സമ്പത്ത് നഷ്ടപ്പെടുന്നു, ജോലി നഷ്ടപ്പെടുന്നു, സമൂഹത്തിൽ സ്ഥാനവും ഇല്ലാണ്ടായിത്തീരുന്നു. എല്ലാം തകർന്നടിയുമ്പോഴും ദൈവത്തെക്കുറിച്ച് പറയാൻ സാധിക്കുമോ? സാധിക്കും എന്നാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുക. ഒരു കർഷകൻ്റെ ഭാഷയാണ് പ്രവാചകൻ ഉപയോഗിക്കുന്നത്. മരങ്ങളൊന്നും കായ്ക്കുന്നില്ല, റബ്ബറിന് പാലില്ല, വാഴയെല്ലാം കാറ്റിൽപ്പെട്ടു പോകുന്നു, കാറ്റ് വീഴ്ച കൊണ്ട് നെല്ലിന് കതിരില്ലാണ്ടാവുന്നല്ലെങ്കിൽ ഉള്ള പതിരായി പോകുന്നു, കൃഷി മുഴുവനും നശിക്കുകയാണ്, കന്നുകാലികളും ഇല്ലാതായിത്തീരുന്നു, ഭൂമി തന്നെ വരണ്ടു പോകുന്നു. ഈ ചുറ്റുപാടിൽ എന്ത് ചെയ്യും? എല്ലാം തകർന്നു വീഴുമ്പോഴും പ്രവാചകൻ പറയും, ഞാൻ എൻ്റെ കർത്താവായ ദൈവത്തിൽ ആനന്ദിക്കും. എങ്ങനെയാണത് സാധിക്കുക? അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടാകണം. ഈ വിശ്വാസം പരീക്ഷിക്കപ്പെട്ട ഒരു സാഹചര്യം ഒരു പുസ്തകത്തിൽ, ബൈബിളിൻ്റെ ജോബ് എന്ന പുസ്തകത്തിൽ നമ്മൾ വായിക്കും. സമൃദ്ധിയിൽ വളർന്ന ദൈവഭക്തിയുള്ള വിശ്വാസിയായ വിശ്വസ്തനായ വലിയ സമ്പന്നനായ ജോബ്. അദ്ദേഹത്തിനുണ്ടായിരുന്ന സമ്പത്തെല്ലാം ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു പോവുകയാണ്. വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പലുകളെല്ലാം, അദ്ദേഹത്തിൻ്റെ കപ്പൽ പട മുഴുവനും തകർന്നുപോയി. ആടുമാടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും കൊള്ളക്കാർ പിടിച്ചുകൊണ്ടുപോയി. വയൽ മുഴുവനും കത്തി നശിച്ചു. 10 മക്കളും കൂടി സമ്മേളിച്ചിരുന്ന വീടിന് ചുഴലിക്കാറ്റ് പിടിച്ചു. വീട് തകർന്നു വീണ് ആ വീടിനടിയിൽ മക്കളെല്ലാം മരിച്ചു. തീർന്നില്ല ജോബിൻ്റെ ദുരന്തം. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വ്രണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ദേഹം മുഴുവനും കുഷ്ഠം ബാധിച്ചു. ഒറ്റ വ്രണമായി തീർന്നു. പുഴുക്കൾ അരിച്ചു നടക്കുന്ന ഒരു മാംസപിണ്ഡമായി മാറി ജോബ്. അപ്പോഴാണ് ജോബിൻ്റെ ഭാര്യ എന്ന് പറയുക, ദൈവത്തെ ശപിക്കുക, അതിനുശേഷം ചാവുക. ദൈവത്തെ ശപിക്കുക, മരിക്കുക. അപ്പം അതിന് ജോബ് ചോദിക്കുന്ന ചോദ്യമുണ്ട്: ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ സ്വീകരിച്ച് നാം തിന്മയും സ്വീകരിക്കാൻ മടിക്കുമോ? ജോബിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. ദൈവം തന്നു, ദൈവം എടുത്തു, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ, വാഴ്ത്തപ്പെടട്ടെ. ജോബിൻ്റെ മനോഭാവം ഇതാണ്. ജീവിതത്തിൽ ക്ലേശങ്ങളുണ്ടാകുന്നത് ദൈവത്തിൻ്റെ ശാപമായി കണക്കാക്കാതെ ദൈവം നൽകുന്ന അനുഗ്രഹമായി ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാനും സ്വയം വിശുദ്ധീകരിക്കാനും ദൈവത്തിലേക്ക് അടുക്കാനുമുള്ള അവസരമായി കാണണം. ഇതാണ് ഹബക്കുക്ക് നമ്മളെ പഠിപ്പിക്കുക.
സമ്പത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ച് ഒരുപാട് ആളുകൾ വഞ്ചിക്കുന്നുമുണ്ട്. സമ്പത്തും സമൃദ്ധിയും മാത്രമല്ല ദൈവാനുഗ്രഹം. ദൈവത്തിൻ്റെ അനുഗ്രഹം രോഗമായി കടന്നു വരാം, അത്യാഹിതങ്ങളായി കടന്നു വരാം, പ്രതീക്ഷിക്കാത്ത വേറുപാടുകൾ ആയിരിക്കാം. കാരണം നമ്മുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നും മരണത്തിനപ്പുറത്തൊരു നിത്യജീവിതത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട് എന്നും നമ്മളെ അനുസ്മരിപ്പിക്കുക. അതാണ് രക്ഷാകര പദ്ധതിയുടെ, അതാണ് ബൈബിളിൻ്റെ ഉദ്ദേശം. യേശു പഠിപ്പിച്ചതും അതുതന്നെയാണ്. പഴയ ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളിലും ബുദ്ധിമുട്ടുകളിലും മനസ്സ് തകരാതെ ദൈവത്തെ സ്തുതിക്കാനും കർത്താവിൽ ആനന്ദിക്കാനും രക്ഷകനായ ദൈവത്തെ സന്തോഷിക്കാനും അവിടെ നമുക്ക് കൃപ നൽകട്ടെ. ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം അതിന് നമുക്ക് പ്രചോദനമായി തീരട്ടെ. Thank you.